ലെബനനിൽ ഇസ്രയേലി സൈന്യം നടത്തുന്ന ഭീകരതയുടെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ലെബനനിൽ ഇസ്രയേൽ ഫോസ്ഫറസ് ഷെല്ലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി ലെബനന്റെ നാഷണൽ ന്യൂസ് ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. വെള്ളി ശനി ദിവസങ്ങളിലായി തെക്കൻ ലെബനനിലുണ്ടായ ഇസ്രയേൽ ആക്രമണങ്ങളിലാണ് ഫോസ്ഫറസ് ഉപയോഗിച്ചതെന്നും ഏജൻസി വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത വിവിധ പ്രദേശങ്ങളിലുണ്ടായ ഈ ആക്രമണങ്ങളിൽ ഇസ്രയേൽ ഫോസ്ഫറസ് ഷെല്ലുകളും ഉപയോഗിച്ചതായി NNA റിപ്പോർട്ട് ചെയ്തു. തെക്കൻ ലെബനനിൽ മൻസൂരി പട്ടണത്തിലും മജ്ദൽ സൗൺ നഗരത്തിന്റെ സമീപം ബൈദ് അൽ സയ്യിദിലും ശനിയാഴ്ച പുലർച്ചെ ഇസ്രയേലിന്റെ ആക്രമണമുണ്ടായിരുന്നു. ഇതിൽ ബൈദ് അൽ സയ്യിദിലാണ് ആക്രമണങ്ങളിൽ കൂടുതൽ നാശനഷ്ടമുണ്ടായതെന്നും റിപ്പോർട്ടുകളുണ്ട്. പ്രദേശത്തെ എല്ലാ വീടുകളും ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്നു. സമീപത്തെ താഴ്വരകൾക്ക് നേർക്ക് മെഷീൻ ഗണ്ണുകൾ ഉപയോഗിച്ചുള്ള ഇസ്രയേൽ ആക്രമണങ്ങളും ഉണ്ടായി. തെക്കൻ ലെബനന്റെ പടിഞ്ഞാറൻ മേഖലകളിലും മധ്യമേഖലകളിലും ഇസ്രയേലി ഡ്രോണുകൾ തുടർച്ചയായി പറന്നതായും ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഫോസ്ഫറസ് ആക്രമണങ്ങൾ നേരിടുന്നവർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതടക്കമുള്ള കാരണങ്ങളാൽ സിവിലിയൻ മേഖലകളിലെ ഇവയുടെ ഉപയോഗം അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം വിലക്കിയിട്ടുണ്ട്. ജനീവ കൺവെൻഷൻ പ്രകാരമുള്ള വ്യവസ്ഥകളും ഫോസ്ഫറസ് ഉപയോഗത്തെ വിലക്കുന്നുണ്ട്. ശരീരത്തിലെ സെല്ലുകളുടെ നാശം, ശ്വാസകോശ പ്രശ്നങ്ങൾ, കണ്ണിന് ഗുരുതരമായ പരിക്ക്, 3rd ഡിഗ്രി പൊള്ളൽ എന്നീ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഈ രാസവസ്തു കാരണം ശരീരത്തുണ്ടാവുക. അതേസമയം തെക്കൻ ലെബനനിൽ ശനിയാഴ്ചയും ഇസ്രയേൽ ആക്രമണം തുടർന്നതായി NNA റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രദേശത്തെ 2 ഗ്രാമങ്ങൾക്ക് നേരെ ശനിയാഴ്ച പകൽ ഇസ്രയേൽ ആക്രമണമുണ്ടായതായി റിപ്പോർട്ടിൽ പറയുന്നു. മാർച്ച് 2 മുതൽ ഇസ്രയേൽ ആക്രമണത്തിൽ ലെബനനിൽ കുറഞ്ഞത് 4348 പേർ കൊല്ലപ്പെട്ടതായി ലെബനീസ് ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം കണക്കുകൾ പുറത്തുവിട്ടിരുന്നു. ആക്രമണത്തിൽ 12300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിനു മുൻപും ലെബനനിൽ ജനവാസ മേഖലകൾക്ക് മേൽ ഇസ്രയേൽ വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മനുഷ്യാവകാശ സംഘടനകളിൽ നിന്നും വിദഗ്ധരിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും പ്രദേശത്തു നിന്നുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചുമാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. തെക്കൻ ലെബനനിലെ ജനവാസ കേന്ദ്രങ്ങളിലാണ് ഇസ്രയേൽ ഫോസ്ഫറസ് പ്രയോഗം നടത്തിയതെന്നായിരുന്നു ന്യൂയോർക്ക് ടൈംസ് കണ്ടെത്തിയത്. ടൈർ നഗരത്തിന് സമീപവും നബാദിയ നഗരത്തിലും ഈ രാസവസ്തു പ്രയോഗിച്ചു. ഖിലായ, ഖിയാം, ഹോയ്മോർ പട്ടണങ്ങൾക്ക് സമീപവും വൈറ്റ് ഫോസ്ഫറസ് പ്രയോഗം നടന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ലെബനനിൽ ജനവാസ മേഖലകളിൽ ഇസ്രയേൽ വൈറ്റ് ഫോസ്ഫറസ് പ്രയോഗിച്ചെന്ന റിപ്പോർട്ടുകളിൽ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിച്ചെന്ന റിപ്പോർട്ടുകൾ ഇസ്രയേൽ തള്ളുകയായിരുന്നു. ലെബനനിൽ ജനവാസ മേഖലയിൽ വൈറ്റ് ഫോസ്ഫറസ് പ്രയോഗിച്ചതായി മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ പ്രസ്താവന ഈ വർഷം മാർച്ചിലാണ് പുറത്തുവന്നത്. മാർച്ച് 3-ന് യോഹ്മോർ പട്ടണത്തിൽ ഈ രാസവസ്തു പ്രയോഗിച്ചെന്നായിരുന്നു സംഘടനയുടെ പ്രസ്താവനയിൽ പറഞ്ഞത്. അതേസമയം തെക്കൻ ലെബനനിൽ കൊല്ലപ്പെട്ട 11 മാധ്യമ പ്രവർത്തകരുടെ കുടുംബങ്ങൾ ഇസ്രയേൽ നേതാക്കൾക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ വിചാരണ ആവശ്യപ്പെട്ട് രംഗത്തെത്തി. മാധ്യമ പ്രവർത്തകരെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങൾ സംബന്ധിച്ച് അന്വേഷണം നടത്തി ഉത്തരവാദികളായവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് കുടുംബങ്ങൾ ആവശ്യപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വെള്ളിയാഴ്ച തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ലെബനീസ് നാഷണൽ തിയേറ്ററിൽ വാക്കുകളുടെയും ചിത്രത്തിന്റെയും രക്തസാക്ഷികൾ എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകരെ ആദരിച്ചിരുന്നു. യുദ്ധമേഖലയിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ സുരക്ഷ സംബന്ധിച്ച ആശങ്കകൾക്കിടയിലാണ് പുതിയ ആവശ്യമുയർന്നത്. സംഭവത്തിൽ ഉത്തരവാദികളായവരെ കണ്ടെത്തുകയും അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും വേണമെന്ന് കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളും ആവശ്യപ്പെട്ടു. 2023 ഒക്ടോബർ 13 മുതൽ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ലേഖകർ, ഫോട്ടോ ജേർണലിസ്റ്റുകൾ, ക്യാമറാമാൻമാർ എന്നിവരുൾപ്പെടെ 28-ലധികം ലെബനൻ മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.